എല്ലാവർക്കും നമസ്കാരം. ടോക്ക് ഓഫ് ദി ടൗണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഓണക്കാലത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമ ഓടും കുതിര ചാടും കുതിര, ആ സിനിമയുടെ വിശേഷങ്ങളാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അൽതാഫ് സലീമാണ്. അദ്ദേഹം ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത സിനിമ ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള, അതിനുശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ അദ്ദേഹം ഒരുപാട് സിനിമയിൽ വളരെ നല്ല രീതിയിലുള്ള കുറേ കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ അദ്ദേഹം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ആഷിഖ് ഉസ്മാനാണ്. ആഷിഖ് ഉസ്മാൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വളരെ നല്ല സിനിമകളാണ് ഇതിനു മുമ്പ് അദ്ദേഹത്തിനായി വന്നിട്ടുള്ളത്. അഞ്ചാം പാതിര പോലത്തെയൊക്കെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആഷിഖ് ഉസ്മാൻ. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ബ്രൊമാൻസ്, ആ സിനിമയായിരുന്നു ലാസ്റ്റ് റിലീസായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരം ആ ഒരു കോമ്പിനേഷനിൽ നിന്നൊരു സിനിമ വരണ സമയത്ത് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, വളരെ നല്ല രീതിയിലുള്ള ഒരു കോമഡി മൂവി ആയിരിക്കും ഇത് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ റിലീസായപ്പോഴും അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ വന്ന സമയത്തൊക്കെ അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ആളുകൾ ഈ സിനിമേനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത് ഫഹദ് ഫാസിൽ മലയാളത്തിൽ ആവേശം കഴിഞ്ഞതിന് ശേഷം ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്നൊരു സിനിമയാണിത്. അതിനു മുമ്പ് റിലീസായ ഒരു ചെറിയ ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനു മുമ്പ് ഇറങ്ങിയ ബോഗൺവില്ലയിലായിരുന്നു. അതിന് ഫഹദ് ഫാസിൽ കൂടാതെ പിന്നെ ഇതിൽ ഫീമെയിൽ ലീഡ് ചെയ്യുന്നത് കല്യാണി പ്രിയദർശനാണ്. ഇവരോട് കൂടെ ലാല്, അതുപോലെ സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, അവരൊക്കെയാണ് ഇതിൻ്റെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ ഒരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി ആനന്ദ് സി ചന്ദ്രൻ അതൊരു നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കളർഫുള്ളായിട്ടുള്ള വിഷ്വൽസാണ് ഈ സിനിമയിൽ. അത് നമ്മളൊരു ഹിന്ദി സിനിമയൊക്കെ കാണുന്ന ഒരു മൂഡിലാണ് നമ്മൾ ഈ ഒരു സിനിമ കുറേ പോർഷൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം അത്രയും കളർഫുള്ളായിട്ടുള്ള വിഷ്വൽസാണ്. പിന്നെ എടുത്തു പറയാവുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ജസ്റ്റിൻ അദ്ദേഹം നല്ല രീതിയിൽ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഇവരുടെ ഫാദർ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്, അതായത് ഫഹദ് ഫാസിലിൻ്റെ ഫാദറായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് ലാലാണ്. അതുപോലെ കല്യാണിയുടെ ഫാദറായിട്ടുള്ള റോൾ ചെയ്തിട്ടുള്ള സുരേഷ് കൃഷ്ണയാണ്. അവരുടെ കോമഡി സീൻസുകളും അല്ലെങ്കിൽ അവരുടെ കുറച്ച് കോമ്പിനേഷൻ സീൻസുകൾ അല്ലാണ്ടുള്ള കുറേ പെർഫോമൻസുകളുണ്ട്. അത് നല്ല രീതിയിൽ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇതല്ലാതെ ഇതിൽ നമുക്ക് കാണുന്ന സമയത്ത് നമുക്കൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു നറേറ്റീവാണ്. വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിലത്തെ ക്യാരക്ടറൈസേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഫഹദ് ഫാസിലിൻ്റെ ആയാലും കല്യാണിയുടെ ആയാലും ഒക്കെ ക്യാരക്ടറൈസേഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റോറി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കണക്റ്റ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ചിത്രത്തിലുടനീളം നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി അവരുടെ ഒരു കെമിസ്ട്രി സിനിമയിൽ വർക്കായിട്ടില്ല. കല്യാണി ഫഹദ് ഫാസിലിൻ്റെ ഒരു കെമിസ്ട്രി സിനിമയിൽ വർക്കൗട്ട് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അതൊരു ഇംപ്രസീവ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ. അപ്പം അത്തരം നെഗറ്റീവ് സൈഡ്സ് ഈ സിനിമയ്ക്കുണ്ട്. അതുപോലെ ഡയറക്ടർ എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ഡിസ്കണക്റ്റ് ഉണ്ട്. അതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. സാധാരണ ഫഹദ് ഫാസിൽ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. അധികം എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ, പ്രതീക്ഷകളില്ലാതെ നിങ്ങൾ ഈ സിനിമ നിങ്ങൾക്ക് കാണാം. തിയേറ്ററിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഈ ഓണക്കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളും നിങ്ങൾ പോയി കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.